ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. റോമാലേഖനം 12:15 സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിനെന്ന് എഴുതിയിരിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിലും ദുഃഖത്തിലും നാം പങ്കാളികളാകണമെന്ന സന്ദേശം ഈ വാക്യം നൽകുന്നു. വിശ്വാസ ജീവിതം എന്നത് ദൈവത്തോടുള്ള ബന്ധം മാത്രമല്ല, മനുഷ്യരോടുള്ള ബന്ധം കൂടിയാണ്. മറ്റൊരുവൻ നന്മ പ്രാപിക്കുമ്പോൾ സന്തോഷിക്കുന്നവരായി തീരുക. രോഗിയായ ഒരുവൻ പ്രാർത്ഥനയിലൂടെ കർത്താവ് രോഗസൗഖ്യം നൽകുമ്പോൾ സന്തോഷിക്കുക. മറ്റൊരുവന്റെ ആത്മീയ വളർച്ചയിൽ അവന്റെ ശുശ്രൂഷ അനുഗ്രഹമായതിനാൽ സന്തോഷിക്കുക. ലോകം ചിന്തിക്കുന്നത് മറ്റൊരുവൻ അനുഗ്രഹം അല്ലെങ്കിൽ നന്മ ലഭിച്ചു, എന്തുകൊണ്ട് എനിക്കത് ലഭിക്കുന്നില്ല എന്നതാണ്. എന്നാൽ ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരുവന് ലഭിച്ച നന്മയിൽ സന്തോഷിക്കുവാൻ കഴിയണം. അതുപോലെ തന്നെ തീരാ ദുഃഖത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ വാക്കുകൾ കിട്ടിയില്ലെന്ന് വരുമെങ്കിലും അവരുടെ ദുഃഖം കേൾക്കുവാനും അടുത്തിരുന്നവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുവാനും കഴിയണം. യോബിന്റെ പുസ്തകം 2 യോബിന്റെ സുഹൃത്തുക്കൾ യോബിന്റെ പരിതാപകരമായ അവന്റെ അവസ്ഥയിൽ കണ്ടപ്പോൾ ഉറക്ക കരഞ്ഞു, വസ്ത്രം കീറി പൊടി വാരി മേലോട്ട് തലയിൽ വിതറിയതായി നാം വായിക്കുന്നു. 7 പകലും 7 രാത്രിയും അവനോടുകൂടെ നിലത്തിരുന്നു. ദുഃഖിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായും നമ്മുടെ സാന്നിധ്യം ആശ്വാസമാകുന്നു. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. തിരുവചനപ്രകാരം നാം സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുന്നവരാണോ, അതോ അവരുടെ സന്തോഷത്തിൽ നാം അസൂയാലുക്കളാണോ? ഒരുവന് വീഴ്ച പറ്റുമ്പോൾ അവനോട് കരുണ കാട്ടാറുണ്ടോ, അതോ തള്ളിപ്പറയുകയാണോ? കരയുന്നവരോടുകൂടെ കരയുവാൻ കഴിയുന്നുണ്ടോ, അതോ തക്കം നോക്കി മാറി നിൽക്കുമോ? ലാസർ മരിച്ചപ്പോൾ യേശു കരഞ്ഞു. മറിയയും മറ്റുള്ളവരും കരയുന്നത് കണ്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. ആരുടെയും വേദനയെ അവഗണിക്കാത്തവനാണ് യേശു. യേശുവിലുള്ള അതേ ഭാവം തന്നെ നമ്മിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും. God bless us all.